ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് SSLCയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കണക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിട്ടിരിക്കുന്നത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ അകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലാണ് AB, അതേപോലെ തന്നെ CD. ഈ ABCD എന്ന് പറയുന്ന സർക്കിളിന്റെ അകത്താണ്. ആ എയും ബിയും സിയും ഡിയും സർക്കിളിൽ മുട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ ക്വാഡ്രിലാറ്റർ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. കൂടാതെ ഇതെന്ന് പറയുന്നതാണ് ഈ സർക്കിളിന്റെ സെന്റർ. ഈ സെന്റർ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 100 ഡിഗ്രി ആണ് ഇതിന്റെ സെന്റർ എങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിനെ ഒരു ആർക്കായിട്ട് കൺസിഡർ ചെയ്താൽ കോഡ് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്ത AC ഈസ് എ കോഡ്, therefore ഈ 100 എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും 100. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ പകുതി ആയിരിക്കും ഇതിന്റെ സെൻട്രൽ ആംഗിൾ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. കാരണം എന്താണ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ? എന്താണ്? രണ്ട് കോണുകൾ കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോണളവ് 50 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കോണളവ് B ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും SLCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. therefore നമുക്ക് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ആംഗിൾ D is equal to 50 ഡിഗ്രി കിട്ടി, ആംഗിൾ B is equal to 130 ഡിഗ്രിയും കിട്ടി. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് SLCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.